ഇപ്പൊ എനിക്ക് കിട്ടിയ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാല് ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കാം. ഇനി കുറച്ച് AC ഇരിക്കട്ടെ. അവിടെ തണുപ്പ് കേറി അങ്ങ് തലച്ചോറ് വരെ ചെല്ലട്ടെ. ആഹാ, എന്തൊരു സുഖം. അല്ല, എവിടെ നിങ്ങളുടെ ആ കാറ്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കൊച്ചി പാലാരിവട്ടത്ത് ബൈക്ക് യാത്രികനെ കാറിടിച്ച കേസിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. കാറിന്റെ വേഗത 100-ന് മുകളിലായിരിക്കണം. ഹൈവേ സ്പീഡ് ലിമിറ്റ് 70 കിലോമീറ്റർ. സെക്ഷൻ 279, 337, 338 പ്രകാരം 70 കിലോമീറ്റർ സ്പീഡിന് മേലെ പായുന്ന വാഹനങ്ങൾ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് കസ്റ്റഡിയിലെടുക്കാനും ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ലൈസൻസിനെ സംബന്ധിച്ച ഒരു മാനദണ്ഡങ്ങളുണ്ട്. ഇത് അനീതിയല്ലേ? ഇത് ആരോട് ചെയ്യുന്ന അനീതിയാണ്? ഈ റോഡിൽ നടന്നു പോകുന്ന സാധാരണക്കാരായ പാവങ്ങളോട് ലൈസൻസ് എടുക്കണം, വഴിയെ പോകുന്നവർ ഇടിച്ചു കൊള്ളണമെന്ന് ആഗ്രഹമുള്ള മാന്യന്മാർ പോയി എടുത്തിട്ട് വരട്ടെ. അവരെ നമ്മൾ ബഹുമാനത്തോടെ കാണുന്നു. ആ നിയമം അനുസരിക്കുന്നതാണ് മാന്യത എന്ന് കരുതുന്നവർക്കും ഇത് നന്നായിരിക്കും. ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതിന് അപ്പുറത്തെ കോംപ്ലിക്കേഷനാണ് മറ്റു രാജ്യങ്ങളിൽ ലൈസൻസ് എടുക്കുമ്പോൾ. സുരാജിന് അമിത വേഗതയിൽ ഒരിളവ് കൊടുക്കേണ്ടതില്ലെന്ന് നിലപാടിൽ മന്ത്രി ഗണേഷ് കുമാർ. ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാൽ മതി. കാണാടാ പോകാം.